ദ ഗ്രേറ്റ് ഫ്ലഡ്. കിം ബ്യോങ് വു സംവിധാനം ചെയ്ത ഒരു കൊറിയൻ ഡിസാസ്റ്റർ സർവൈവൽ ത്രില്ലർ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ പടം റിലീസ് ആയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയെ കുറിച്ച്. ഇത് ഡോക്ടർ ഗു എന്ന അമ്മയുടെയും അവരുടെ 6 വയസ്സുള്ള മകൻ ജായിന്റെയും കഥയാണ്. ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ഇവർ രണ്ടുപേരും അവരുടെ ബിൽഡിംഗിൽ അകപ്പെട്ടു പോകുന്നതും അതിൽ നിന്നും സർവൈവ് ചെയ്യാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആയിരുന്നു ഈ സിനിമയുടേത്. തുടക്കമൊക്കെ വളരെ ടെൻഷൻ ബിൽഡിംഗ് ആയിരുന്നു. സോ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് വളരെ മികച്ചതായിട്ട് തന്നെയാണ് തോന്നിയത്. ഒരു റിയൽ ഫ്ലഡ്, അതിൽ നിന്നും സർവൈവ് ചെയ്യാനുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും ശ്രമമൊക്കെ ആയിട്ട് അങ്ങനെ ഗ്രിപ്പിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. സോ ഇതിന്റെ മെയിൻ പോസിറ്റീവ് തന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണെന്ന് പറയാം. അപ്പോഴത്തെ ഇതിന്റെ ഒരു മേക്കിംഗ് ആൻഡ് ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ മികച്ചതാണ്. പിന്നെ അഭിനയിച്ച ആൾക്കാരുടെ എല്ലാം പെർഫോമൻസും നല്ലതാണ്. അതുപോലെ തന്നെ അമ്മയും മകനും തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ നമുക്കും ഫീൽ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. എത്ര വലിയ പ്രളയമാണെങ്കിലും അതിനോടുള്ള ഭയത്തെക്കാളൊക്കെ വലുതാണ് ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. പെർഫോമൻസിൽ ഡോക്ടർ ഗു ആൻ ന ആയിട്ട് വന്ന കിം ഡാമി, അതുപോലെ റെസ്ക്യൂവിന് വരുന്ന പാർക്ക് ഹീസോ, പിന്നെ കുട്ടിയായിട്ട് വന്ന ബാലതാരം ക്വാൻ യിൻ എന്നീ 3 കഥാപാത്രങ്ങൾക്കാണ് കഥയിൽ പ്രാധാന്യമുള്ളത്. 3 പേരുടെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ആ കുഞ്ഞുകുട്ടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സോ ക്യൂട്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ജസ്റ്റ് വന്നു പോകുന്നതേ ഉള്ളൂ പടത്തിൽ. ടെക്നിക്കലിയും സിനിമ മികച്ചതാണ്. ക്യാമറ, എഡിറ്റിംഗ്, കളർ ടോൺ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഇഫക്ട്, CGI ഒക്കെ നല്ലതാണ്. പടത്തിന്റെ ഒരു കളർ ടോണും മൊത്തത്തിലുള്ള ഒരു മൂഡും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു മഴക്കാലത്ത് പ്രളയത്തിൽ നമ്മൾ അകപ്പെട്ടതുപോലെയുള്ള ഒരു ഫീല് പടം തന്നെ സമ്മാനിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. ഇനി ഇതിന് നെഗറ്റീവ്സ് എല്ലാം ചോദിച്ചാൽ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ആണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇതിന്റെ ജോൺറെ ഒന്ന് ഷിഫ്റ്റ് ആവുകയാണ്. അതിനുശേഷം ആ ഒരു ട്വിസ്റ്റിന് ശേഷം ഇതിന്റെ സസ്പെൻസ് ഒക്കെ അങ്ങ് തീർന്നു പോയി എന്ന് തന്നെ പറയാം. പിന്നെ അങ്ങോട്ട് ആ കഥയുടെ ആ ഒരു സുഖം തന്നെ നഷ്ടപ്പെട്ടു പോയി. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒന്നും പിന്നീട് പടം തരുന്നില്ല. തുടക്കത്തിൽ തന്ന ആ ഒരു ടെൻഷനും ത്രില്ലിംഗ് ഫീലും ഈ ഒരു ചേഞ്ചോട് കൂടി ഇല്ലാതാവുകയാണെന്ന് പറയാം. അത് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒരു വലിയ സംതൃപ്തി ഒന്നും നമുക്ക് തരുന്നില്ല. മനുഷ്യത്വവും മാതൃത്വവും പ്രളയവും AI-യും ഇമോഷൻ എഞ്ചിനും ആസ്ട്രോയിഡും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു കൺഫ്യൂസിംഗ് ഐറ്റം ആയി പോവുകയായിരുന്നു. കിളിവർത്താനുള്ള ഒരു ശ്രമമായിരുന്നെങ്കിലും അതങ്ങോട്ട് വിജയിച്ചില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കോംപ്ലിക്കേഷൻ ഒക്കെ കൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യമായിട്ട് വർക്കായിട്ട് വന്ന ഒരു അമ്മ മകൻ ഇമോഷണൽ ഡെപ്ത് പോലും വിജയിക്കാതെ പോയ ഒരു ഫീൽ ആയിരുന്നു. അതിന് പോലും പടത്തെ കൂടുതൽ സഹായിക്കാൻ പറ്റിയില്ല എന്ന് പറയാം. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ലൈഫ് ഒക്കെ എൻഡ് ആകാറാകുമ്പോഴുള്ള ഗ്രാഫിക്സ് ആൻഡ് വേറെ ചില ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് വീക്കായിട്ട് എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വെള്ളപ്പൊക്കത്തിന്റെയും ഒക്കെ ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ CGI മികച്ചതായിട്ട് തന്നെയാണ് തോന്നിയത്. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു ആവറേജ് സൈഫൈ സർവൈവൽ ത്രില്ലർ ആണ് ദ ഗ്രേറ്റ് ഫ്ലഡ്. നല്ലൊരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് വിചാരിച്ചത്ര ഇമ്പാക്ട് തരാതെ പോയതാണ് ഇതിന്റെ പ്രശ്നമായി മാറിയത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുമായിരുന്ന ഒരു ഡിസാസ്റ്റർ ത്രില്ലർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും. കൊറിയൻ ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ ഡബ്ബിംഗും അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ തമിഴിലാണ് കണ്ടത്. ഡീസന്റ് ഡബ്ബിംഗ് ആയിരുന്നു. 1 മണിക്കൂർ 48 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.